ഹായ് ഹലോ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ആണ്. 7:30 ആയിട്ടുള്ളൂ, സമയമാവുന്നുള്ളൂ. നമ്മൾ ഈ കണ്ണട ഉണ്ണേട്ടൻ്റെ കണ്ണടയാണ്. നമ്മളെ കണ്ണട വേറെയാണ്. ഇത് രേശം കണ്ണിന് കാഴ്ച ഒക്കെ കൂട്ടുന്ന ഒരു കണ്ണടയാണ്. അത് വരുന്ന വെറുതെ സ്റ്റൈലിനുള്ള കണ്ണട. അപ്പം നമ്മൾ ഈ കണ്ണടയൊക്കെ വെച്ചിട്ട് എന്താണ് ഇങ്ങനെയെന്ന് വിചാരിക്കും. വെയിറ്റ്, ഞാൻ 18 വയസ്സിലൊരു കഥ എഴുതി. അത് ഇത് ഫുള്ള് എൻ്റെ കഥ, ഒരു നോവലെന്ന് പറയാം, ഒരു ലൈബ്രറി എന്ന് പറയാം. അപ്പം നമ്മളിത് എഴുതിയിട്ട് ഇവിടെ എങ്ങനെ കിടക്കുന്നു. നമ്മൾ മരിച്ച് മൺമറിഞ്ഞു പോയാൽ ഈ പുസ്തകത്താളുകൾ ചെതല് പിടിക്കാതെ ഞാൻ ഇത്ര വർഷം ഞാൻ സൂക്ഷിച്ചു കൊണ്ട് നടന്നു. അതുകൊണ്ട് അത്രയും കുഞ്ഞായിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇത്രയും കുഞ്ഞായിട്ടാണ് എഴുതിയിരുന്നത്. ഇത് എന്ന് പറഞ്ഞാൽ ഇത് നമ്മളെ എന്താണ് ഹീറോ പെന്ന് വെച്ചിട്ടാണ് എഴുതിയത്, മഷി കൊണ്ടാണ് എഴുതിയത്. അപ്പം അന്ന് നമ്മളെ പഠിപ്പൊക്കെ കഴിഞ്ഞ്, കാരണം SSC വരെയുള്ള പഠിപ്പ് അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു. പിന്നെ ഏട്ടൻ്റെ മക്കൾ പഠിക്കും, അവരടുത്ത് പോകും. എന്നും സന്ധ്യയ്ക്ക് പോകും. റിഫില്ലർ ഇത് പിന്നെ പെന്നിൽ അതിൽ നെക്കി നിറയ്ക്കുക ഈ ഹീറോ പെന്നിൽ, അത്രയേ കൊള്ളുള്ളൂ. അപ്പോൾ നല്ല പെന്നാണ്. എൻ്റെ ഗൾഫിൽ എൻ്റെ ഫ്രണ്ടുണ്ട് ഗീത, അവളെ ചേട്ടൻ സത്യശീലേട്ടൻ ദുബായിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കൊണ്ടുത്തന്നതാണ് ആ ഹീറോ പെന്ന്. നല്ലൊരു പെന്നായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഗോൾഡൻ കളർ മൂടിയും മെറൂൺ വെടിയായിട്ട് ഇങ്ങനെയൊക്കെ ഇതാക്കാം. അപ്പോൾ ഞാൻ പിന്നെ അവരടുത്ത് പോയിട്ട് ആ മഷി നിറക്കി. എന്നും ഞാനത് നിറക്കി, രാവിലെ വൈകുന്നേരം. വലിയ കുപ്പിയിൽ ഏട്ടൻ കൊണ്ടുവെക്കും മഷി. എന്നിട്ട് പിള്ളേർ പറയും, ഇവക്ക് വേണ്ടിയിട്ടാണോ അച്ഛൻ മഷി കൊണ്ടുവച്ചാൽ, അല്ലെങ്കിൽ എമ്പക്ക് വേണ്ടിയിട്ടാണോ മഷി കൊണ്ടുവച്ചെന്ന് വയ്ക്കും. അപ്പം അങ്ങനെ ഞാൻ ആ സമയങ്ങളിൽ വെറുതെ ഇരുന്നപ്പോൾ എഴുതിയ കഥയാണ് കേട്ടോ. അപ്പം കഥ എഴുതി തീർന്നപ്പോൾ ആ നാട്, നമ്മൾ അരക്കണർ നാട്, ഇത് പരന്ന് നടന്ന് എല്ലാവരും കൊണ്ടുപോയി വായിച്ച് സൂപ്പറായിന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ മോളൊക്കെ വലുതായപ്പോൾ ഉണ്ണിയേട്ടനെ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഉണ്ണിയേട്ടന് കൊടുത്തു. ഉണ്ണിയേട്ടൻ കണ്ട് കുറച്ച് വായിച്ചപ്പം അതിൽ ഒരു നാടൻ സ്റ്റൈലുള്ള ഒരു കഥയാണ്. അപ്പോൾ പശുവും ആടും ഒക്കെ ഉള്ളൊരു വീടിനെ കുറിച്ചൊക്കെ ഉണ്ട്. അത് കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് ഈ കഥ ദഹിക്കൂല, അത് എന്ത് പാൽക്കാരിൻ്റെ കഥ എന്ന് പറഞ്ഞു. മൂപ്പര് വായിച്ചില്ല. ഇപ്പോൾ ഒരു രണ്ട് കണ്ണി പിന്നെ മൂപ്പര് കണ്ണേ നേരമില്ലാന്ന് ഓടിപ്പായുന്ന മനുഷ്യൻ, എന്നും ഓടിപ്പായ. എനിക്ക് കണ്ണ് കാണില്ല അതിട്ടിട്ട്, പക്ഷെ എഴുത്തൊക്കെ നന്നായിട്ട് കാണും കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കാം, ഇങ്ങനെ വെച്ചിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മളെ മക്കളൊക്കെ വലുതാവുന്നവരെ നമ്മൾ സൃഷ്ടിച്ച് വലുതായി കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോൻ വായിച്ചില്ല കേട്ടോ. എൻ്റെ മോനും ഇതേമാതിരി അതൊക്കെ വലിയ മടിയുള്ള കാര്യമാണ്. അങ്ങനെ എൻ്റെ മോളൊരു +2 പഠിക്കുന്ന സമയത്ത് പറഞ്ഞു, അമ്മൻ്റെ കഥയൊന്ന് നോക്കട്ടെ എന്ന്. അങ്ങനെ അവൾ വായിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവളെ കാണാറില്ല. ലീവുള്ള ദിവസം ഇവളെ കാണുകയില്ല, മേലെ നിന്ന് ഇറങ്ങി വരുന്നേ ഇല്ല. വായിക്കലോട് വായിക്കൽ. ഈ എന്താ അമ്മ ചോറ് വേണ്ടേ, ചായ വേണ്ടേ വെച്ചാലൊന്നും വരാറ് വരും, വേഗം കഴിച്ചിട്ട് പോകും. അങ്ങനെ ഫുള്ള് വായിച്ച്. എന്നിട്ട് അവൾ എനിക്കൊരു ഫുൾ മാർക്ക് തന്നു. അപ്പോഴാണ് അവൾ പറഞ്ഞത്, അമ്മ ഇത് വെറും ഒരു പിന്നെ കുറേ ചിരിക്കാനും ഇതൊക്കെ ഉള്ള പറയാം, ഒരു സീരിയസ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവൾ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞതാണ്, ഞാൻ ഈ കഥ വായിച്ചതിൻ്റെ ശേഷം എൻ്റെ അമ്മയ്ക്ക് കുറച്ചുകൂടി റെസ്പെക്റ്റ് കൊടുത്തത്. അതെനിക്ക് ഭയങ്കര ഒരു പ്ലസ് പോയിന്റ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മോൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുണ്ട് കുഞ്ഞ്, അവളിപ്പോൾ PG ഒക്കെ ചെയ്യണം. അവൾ വായിച്ച്, അവൾ ആദ്യമൊക്കെ അങ്ങനെ ഒരു 2-3-4 ആകുമ്പോൾ ഒരു വലിയൊരു ഒഴുക്കുണ്ടാവില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് അവളും വായിച്ചു. അവള് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞെന്താ, എന്തെങ്കിലും ഒരു ദിവസം ഞാൻ വലിയ ആളാവും, അപ്പോൾ ഈ അമ്മൻ്റെ ഈ കഥ ഞാൻ ഫിലിമാക്കുമെന്ന് അവള് അന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്. പക്ഷെ ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ യൂട്യൂബിൽ ഇടും മോളെ ഈ കഥ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് അമ്മയെ വിഡ്ഢിത്തരൊന്നും ചെയ്യല്ല അമ്മ, അത് ഞാൻ എടുക്കും, അത് ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഇപ്പം ഞാൻ വിചാരിക്കുക ഓരോ എപ്പിസോഡായിട്ട് ഇതങ്ങോട്ട് നിങ്ങൾക്ക് ഓരോ കണ്ണികയായിട്ടാണ് പറഞ്ഞു തന്നാൽ എങ്ങനെ ഉണ്ടാവും? ഇഷ്ടപ്പെടാവോ? കേൾക്കുമോ? ഇഷ്ടമുണ്ടോ? ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. ഞാനിതാ ഈ കഥ നിങ്ങൾക്ക് ഓരോ പേജായിട്ട് ദിവസത്തിൽ ഓരോ പേജ് ഞാൻ വായിച്ചു തരുന്നതായിരിക്കും. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ പിന്നെ മോളെന്താ പറയാന്ന് അറിയില്ല. എനിക്ക് നിങ്ങൾക്കിത് പറഞ്ഞു തരണമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. എപ്പടി ഇഷ്ടപ്പെടുമോ? സ്റ്റാർട്ട് ചെയ്യാം. വെയിറ്റ്. അപ്പോൾ നമ്മൾ കഥ വായിക്കാൻ പോവാം. കടവഞ്ചേരി ബസ്സിറങ്ങി തെക്കോട്ടുള്ള ചെമ്മൺ നിറഞ്ഞ ഒറ്റയടിപ്പാതയിലൂടെ അവൾ നടന്നു. അന്നത്തെ പുലരിക്ക് പ്രസരിപ്പ് കുറവായിരുന്നിട്ടും അവൾ നല്ല ഉന്മേഷത്തോടെ നടന്നു. എങ്ങനെയുണ്ട്? ഫസ്റ്റ് ഷോട്ടാണത്. പടർന്നു പന്തലിച്ച വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും അങ്ങിങ്ങായി കാണുന്ന കൊച്ചു കൊച്ചു കുന്നുകളും എല്ലാം നോക്കി 10 വർഷത്തെ വിശേഷം ചോദിച്ച് അവൾ നടന്നു നീങ്ങി. ഇനി നാളെ പറഞ്ഞുതരാം കേട്ടോ. ഫുള്ള് ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ട്. ഫുള്ളൊന്നും പറയില്ല, ഒരു പേജ്. ഇതിപ്പോ സ്റ്റാർട്ടിങ് ആണ്. ഇഷ്ടപ്പെട്ട കമന്റ് ചെയ്തോളൂ, പറഞ്ഞുതരാം. നല്ല കഥയാണ്, നല്ലൊരു പ്രണയങ്ങളുണ്ട്. 18 വയസ്സിൽ എഴുതിയതല്ലേ, പ്രണയം എന്തായാലും ഉണ്ടാവും. നമ്മളെ മനസ്സിന്റെ വികാരം അങ്ങനെ ഇതിൽ പടർത്തിണ്ട്. എന്ത് വികാരം? വിചാരങ്ങളും വികാരങ്ങളും. വികാരം എന്ന് പറഞ്ഞാൽ അതല്ല, എന്താണ് പറയാ, കൊച്ചു കൊച്ചു പ്രണയങ്ങള് ഒക്കെ അതിലുണ്ട്. സൂപ്പറായിട്ട് അടിപൊളിയാണ്. എന്തായാലും കാണണോ അല്ല കേൾക്കുന്ന പ്രതീക്ഷയോടെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കമന്റ് ഇടണം. ഞങ്ങൾ കേൾക്കും. എന്തായാലും ഇത് പറയണമെന്ന് നിങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിത് ഇവിടെ വെക്കാണ്. നമ്മുടെ മുന്നിൽ കിട്ടേണ്ട കണ്ണട ഇവിടെ വെക്കുന്നു. കണ്ണട ഇട്ടിട്ടിലേക്ക് ഇന്നെ തന്നെ കാണില്ല, പക്ഷെ ഇതിൽ എഴുത്ത് നല്ല കാണുന്നുണ്ട് കേട്ടോ. കുഞ്ഞായിട്ട് എഴുതിയ പെരുമഴത്തൊക്കെ, രാത്രി പെരുമഴത്തൊക്കെ ജനാല് തുറന്നിട്ട് എഴുതുമ്പോൾ സീമാനം പാറിയിട്ട് എഴുത്തുകൾ മാഞ്ഞു പോയതൊക്കെ ഉണ്ട്. എന്നാലും ഇത്ര വർഷം സൂക്ഷിച്ച് വെച്ചില്ലല്ലേ. അപ്പം നമ്മളെ ഈ കൊച്ചു കഥയല്ല, വലിയൊരു നോവലാണ്. ഒരു ഫിലിമൊക്കെ ആക്കാം. നല്ല അടിപൊളിയായിട്ടോ ഫിലിമൊക്കെ ആക്കിയാൽ. ഇതാ പല ഡയറക്ടർമാരും സിനിമാ സംവിധായകന്മാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഇവന് ഫിലിമാക്കാൻ പറ്റിയൊരു കഥയാണ്. ആയിരിക്കും നമ്മളെ വിനീത് ശ്രീനിവാസൻ. അപ്പം നമ്മൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. എൻ്റെ 18 വർഷത്തെ 18 വയസ്സിലുള്ളൊരു എഴുത്ത് നോവല് എന്നൊക്കെ പറയുമെന്നറിയില്ല. ഈ കഥൻ്റെ പേരെന്താ അറിയാം? അതിപ്പോ അറിയില്ല, സർപ്രൈസാ. അപ്പോൾ നമ്മൾ പൊടി തട്ടി എടുത്തതാണ്. ഞാനിത് ഈ യൂട്യൂബ് തുടങ്ങിയ പഠനം ഞാൻ അത് കാട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വിലപ്പെട്ടതാണ്, വേണ്ടപ്പെട്ടതാണ്. അപ്പം എല്ലാവർക്കും സുഖമാണ്. എൻ്റെ മക്കൾക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു, ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു, സന്തോഷമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് എനിക്ക് വിശേഷമായിട്ടൊന്നും ഇടാറില്ല. കാരണം നമ്മളിപ്പോൾ ഫുഡ് വീഡിയോ ഒക്കെ കുറച്ച് നിർത്തിച്ചിരിക്കല്ല. എന്തൊരു ഉന്മേഷവും ഇതൊന്നും ഇല്ല. പിന്നെ വീട്ടിൽ മോൻ ഉണ്ടാവില്ല, അപ്പോൾ പിന്നെ അതിനുള്ളൊരു ഇതൊന്നുമില്ല. പിന്നെ ഇന്നലെ എറണാകുളമൊക്കെ പോയിരുന്നു, ട്രെയിനിങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഓരോ ഓട്ടപ്പാച്ചിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലില്ല, വർക്കിന് പോകും. ഇവിടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ്. അപ്പം നമ്മൾ ജോലി കഴിഞ്ഞാൽ ചോറും കറിയും വയ്ക്കും, ഞാനും അമ്മയും കഴിക്കും. എന്നിട്ട് ഞാൻ ഉറങ്ങും. പിന്നെ കട്ടിൽ മാടി വിളിക്കുക, ഞാൻ വായോ കിടന്നോ, വായോ പണി കഴിഞ്ഞോ, വായോ കിടന്നോ. അപ്പം ഞാൻ പണി കഴിയും ഒക്കെ, മക്കളെ ചോറൊക്കെ കൊടുക്കലോ എല്ലാം കഴിഞ്ഞാലൊക്കെ റെഡിയാക്കി, ഉണ്ണിയാട്ടിനുള്ള ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ വേഗം ഫോണായിട്ട് കട്ടുമ്പോൾ പോയി കിടക്കും. ഫോണ് നോക്കും.
ഫോണ് നോക്കി 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 ഇച്ചിരി നേരം നോക്കുള്ളൂ. അപ്പോഴേക്കും ഞാൻ ഉറങ്ങി ഇതാണ് എൻ്റെ പണി. എൻ്റെ ജന്മം ഞാൻ ഉറങ്ങി തീർത്തു പോവുകയാണ്. അതാണ് നമ്മളോരോ എന്താ പറയുക, ഓരോ ദിവസം ചെല്ലുന്തോറും നമുക്ക് വയസ്സ് ഇങ്ങനെ കൂടി നമ്മളെ ജീവിതം ഇങ്ങനെ കുറഞ്ഞു വരില്ലല്ലേ. അതൊക്കെ ആലോചിക്കുമ്പോൾ സങ്കടമായില്ലൊന്നല്ലേ നമുക്ക് ഉറങ്ങണമെന്നല്ലേ. ഉറങ്ങി നമുക്ക് അതൊന്നും ആലോചിക്കണ്ടല്ലോ. പിന്നെ കുറേ നമുക്ക് ഈ ഫോണുള്ളതിനെ കൊണ്ട് യൂട്യൂബുള്ളതിനെ കൊണ്ട് നമുക്ക് ഇങ്ങനെ കണ്ട ബാഡ് കാര്യങ്ങളൊന്നും ചിന്തിച്ച് വെറുതെ ടെൻഷൻ അടിക്കൊന്നുമില്ല ആരും. അപ്പം ഹാപ്പിയാണ്, സന്തോഷമാണ്. എൻ്റെ മക്കളൊക്കെ സുന്ദരന്മാരാണ്. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം തന്നെ കണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തട്ടെ. ലവ് യു ഉമ്മ. ഇനി ഈ കഥയിൽ നാളെ ഈ കഥയിലെ നായികയാണ് ഇപ്പോൾ പോണത്. ഇനി നായകൻ നാളെ പ്രത്യക്ഷപ്പെടുന്നതായിരിക്കും. ഇത്ര പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട നായകൻ വിചാരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞു തരികയാണ്. ലവ് യു ഉമ്മ. അപ്പം നമ്മൾ ഗുഡ് നൈറ്റ് പറയട്ടെ. അപ്പം നമ്മൾ ഈ എന്താ പറയുക 8:45 നമ്മൾ ഗുഡ് നൈറ്റ് പറയണം. ഇനിയിപ്പോൾ നമ്മൾ ഗുഡ് നൈറ്റ് വീഡിയോയിലൊന്നും വരില്ലല്ലോ. നമുക്ക് ഇന്ന് ആട്ടി വെച്ച മാവ് ഉണ്ടായിരുന്നു. അപ്പം മോന് ദോശയും പിന്നെ അയില മുളകിട്ടുണ്ടേനി. പിന്നെ ചേച്ചി എൻ്റെ നാട്ടിൽ കോഴിപ്പാടിച്ച് വെച്ചിട്ട് രാവിലെ തന്നെ വരട്ടിയത് കുരുമുളകൊക്കെ ഇട്ട് വരട്ടി സ്വർണ്ണിച്ച് കൊണ്ടു തന്നേന്. അതൊക്കെ കൂട്ടിയിട്ട് അവർ ദോശയൊക്കെ കഴിച്ച് അമ്മായി മോന് ദോശ അയച്ച്. പിന്നെ ഞാനിത് ശേഷം ചോറ് കഴിച്ച് രാത്രി. അപ്പം നമ്മൾ ഉണ്ണിയേട്ടന് ചപ്പാത്തി ചൂടണം. ആ ഉണ്ണിയേട്ടൻ എത്ര മണിക്ക് 10 മണിക്ക് അവിടെ ലാൻഡ് ചെയ്യണം. അപ്പോഴേ ചൂടുള്ളൂ. ചൂടിൽ വേണം. അപ്പം ചൂടിൽ ചുട്ട് വെക്കും. അപ്പം അതിലെ മുളകിട്ടുണ്ട്. എൻ്റെ കുട്ടികളാണ്, ചക്കര കുഞ്ഞുങ്ങളാണ് കേട്ടോ. ലവ്ലി മക്കളാണ്. പോകാൻ തോന്നില്ല, നീണ്ടു പോകും വീഡിയോ. അതാണ്.